മതമാണ് പ്രശ്നം. ഈ സോഷ്യൽ മീഡിയയിൽ ഏറി വരുന്ന വർഗീയത അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴേലും രാഹുൽ? നമ്മൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് വർഗീയമായിട്ട് കമൻറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എണ്ണി പറയാൻ കഴിയാത്ത രീതിയിൽ ഓരോ പോസ്റ്റിൻ്റെ അടിയിൽ അത് വർഗീയത മാത്രമല്ല. ഇപ്പം അങ്ങനൊരു ചതിക്കുഴിയിലേക്ക് ഈ വർഗീയപരമായിട്ടല്ല, അതായത് സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും വർഗീയപരമായിട്ട് ചിന്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് സോഷ്യൽ മീഡിയ, ഞാൻ പണ്ട് തൊട്ടേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നൊരു മാറ്റം, ഇപ്പം ഞാൻ ഇപ്പം ചിലർക്ക് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്ത് അവസാനം നിൽക്കൽക്കല്ലില്ലാതെ വരുമ്പോൾ രഞ്ജിത്ത് തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങും. അതുവരെ പ്രതികരിക്കാതിരിക്കുന്ന രഞ്ജിത്ത് പിന്നീട് വീണ്ടും പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ നിന്റെ മതത്തിൽ എന്താണ്? അവിടെയാണ് രാഹുൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്, പാമ്പുകൾ വന്ന് പാമ്പ് കടിയേറ്റ് ഒരുപാട് ആൾക്കാർ മരിക്കുന്നു, ഹോസ്പിറ്റലിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മതമാണ് ദൈവമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ പാമ്പ് കടി ഏറ്റ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളുടെ ജാതി, അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ, ഈ മരുന്ന് കണ്ടുപിടിച്ച ആള്, ഇതെല്ലാം വേറെ വേറെ മതസ്ഥരായിക്കൂടെ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇതിലെന്താണ് കടിയേറ്റ ആള് മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യനാണോ, ഇത് നോക്കിയിട്ടാണോ ഓരോരുത്തർക്കും ആന്റിവനം കൊടുക്കുന്നത്? ഒരിക്കലും അല്ലേ. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ ഇന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വർഗീയമായിട്ട് ചേരിതിരിഞ്ഞ് ഒരു യുദ്ധം നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പായിട്ടും മതപരമായിട്ടായിരിക്കും അടുത്ത വേൾഡ് വാർ ഉണ്ടാവാൻ പോകുന്ന ഇതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയേറെ ഒരു തരത്തിലുള്ള മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലർക്കും പറയാം, ചിലപ്പോൾ ഞാൻ കാണുന്ന പോസ്റ്റിന്റെ സ്വഭാവ രീതി അനുസരിച്ചാണ് അടുത്ത പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ ഒരു അൽഗോരിതം ഉണ്ട്, അതൊക്കെ അനുസരിച്ചായിരിക്കും എന്ന് പറയാം ഓരോരുത്തർക്കും. കഴിഞ്ഞ ദിവസം നന്ദഗോവിന്ദൻ ഭജൻസ് ഒരു ഭജന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ക്ഷേത്ര കോമ്പൗണ്ടിനല്ല, അതിന് വെളിയിൽ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. മതസൗഹാർദ്ദത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാ ഇടങ്ങളിലും നിലനിന്നിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഇപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതിന് വെള്ളം കൊണ്ടുതരുന്നത് ഇപ്പോൾ മുസ്ലിം പള്ളിയിലുള്ള മുസ്ലിങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കും. ഇപ്പോൾ പള്ളികളും ക്ഷേത്രങ്ങളും കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ 100 മീറ്റർ 300 മീറ്റർ ഗ്യാപ്പുകളിലും ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഒരു മുസ്ലിം പള്ളിയും ഇതെല്ലാം ചേർന്ന് വരുന്നൊരു കാര്യമാണ്. ഇപ്പം എല്ലാ മതങ്ങളുടെയും, ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇപ്പം ബുദ്ധൻ്റെയും ജൈനൻ്റെയും വരെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ആരാധനാലയങ്ങളും എല്ലാം അടുത്തടുത്ത് വരുന്നൊരു സ്ഥലമാണ്. അതെ, തീർച്ചയായിട്ടും രാഹുൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ, അതായത് നമ്മളിപ്പോൾ കണ്ടും പഴകി എടുത്തുള്ള ലൈഫിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഈ മതം എല്ലാവരുടെ ഉള്ളിലും ഇത്രയും ഭയങ്കരമായിട്ട് വന്നത്, ഈ വർഗീയത വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പോസ്റ്റ്, ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ മരിച്ചു. അപ്പോൾ അതിനകത്ത് അൻസാരി എന്ന് പറഞ്ഞ ഏതോ ഉസ്താദ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം റീച്ചുള്ളൊരു മതപണ്ഡിതനാണ്, അൻസാരി അങ്ങനെ എന്തോ മറ്റാണ് പേര്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇടുന്നു, പുള്ളിക്കാരൻ അത്യാവശ്യം എല്ലാത്തിലും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇടുന്നു, യൂസഫ് അലി മരിച്ച എല്ലാ കുടുംബത്തിനും വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റേ BJPയുടെ ശശികല ടീച്ചറും പിന്നെ മറ്റുള്ള ആൾക്കാർ, ഈ പറയുന്ന മതം വെച്ച് പറയുന്ന ആൾക്കാർ എന്ത് നൽകി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു. അപ്പോൾ അതിനടിയിൽ വന്ന വർഗീയമായ കമൻറ്റുകളാണ് ഞാൻ പറയാം. അപ്പോൾ അതിനടിയിൽ കുറേ ഹിന്ദുക്കൾ വന്ന് കമൻ്റ് ഇടുന്നു. സുരേഷ് ഗോപി പൈസ കൊടുത്തത് അറിഞ്ഞില്ലേ, കേന്ദ്ര സർക്കാർ പൈസ കൊടുത്തത് താങ്കൾ അറിഞ്ഞില്ലേ, ഹിന്ദുക്കളായത് കൊണ്ടാണോ ഇത് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ പുള്ളി പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരുപാട് രീതിയിൽ ഇത് വളച്ചൊടിക്കുകയും അതനുസരിച്ച് കമൻസ്, അതായത് ഇപ്പം നന്ദഗോപൻ ഭജൻസിൻ്റെ കാര്യം രാഹുൽ പറഞ്ഞു. അപ്പം അതിനടിയിൽ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, പള്ളി ഇപ്പം അൽത്താരയിൽ കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഹിന്ദു പാട്ട് നിങ്ങൾ പാടുവോ, പള്ളിയിൽ നിസ്കരിക്കും ഗുരുവായൂരപ്പൻ്റെ പാട്ട് നിങ്ങൾ ഇത് പാടുവോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമന്റ്സുകൾ, ഇതേപോലുള്ള കമന്റുകൾ ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടൊരു കമന്റാണ്,
നമുക്ക് വാൽപ്പാറയിൽ പോയിട്ടുള്ള മലപ്പുറത്തു നിന്നുള്ള കുറച്ച് അധ്യാപക സംഘങ്ങളുണ്ടായിരുന്നു. ആ അധ്യാപക സംഘങ്ങൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ മരിച്ചതിൻ്റെ അടിയിൽ വന്ന് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിഷുവിന് ഒരു മന്തിക്കട, ആ മന്തിക്കട ഇപ്പുറത്തേക്ക് ഒരു കൃഷ്ണൻ്റെ പടം വെച്ചിരുന്നു. അതായത് മന്തി നോക്കി നിൽക്കുന്ന കൃഷ്ണൻ. അപ്പോൾ മന്തി നോക്കി കൃഷ്ണൻ്റെ പടം വെച്ച നിങ്ങളല്ലേ, ഇതല്ല ഇതിനപ്പുറം അനുഭവിക്കും, കൃഷ്ണൻ്റെ ശാപം നിങ്ങൾക്ക് ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക്. വാൽപ്പറയിൽ പോയ അധ്യാപകരാണ് അവരെല്ലാം മുസ്ലിങ്ങളല്ലേ. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ലായിരുന്നു. ഇത് ഇടുമ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും മുസ്ലിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അധ്യാപക സംഘടന മുസ്ലിങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പല മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അധ്യാപകരാണ് അതിനൊക്കെ അപ്പുറത്തേക്ക്. എന്നിട്ട് പറയുന്നത് എന്താണ്? അന്ന് നടത്തിയ കൃഷ്ണൻ്റെ ശാപമാണ് വിഷുവിന്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ വർഗീയ ശക്തികൾ, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും തീവ്ര വർഗീയതയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്ന് നമ്മളെ ചീത്ത വിളിക്കാനും നമ്മളെ ആക്ഷേപിക്കാനും വരുന്ന ആളുകൾ, അവരുടെ യഥാർത്ഥ പ്രൊഫൈലുകൾ നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അതേ മതസ്ഥരായിരിക്കാം. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സുഡാപ്പികളുടെ പേര്, അതായത് സുഡാപ്പി എന്ന് പറയുമ്പോൾ ഇസ്ലാമിക വിഭാഗപ്പെട്ട ആളുകൾ. അപ്പോൾ ഞാൻ ഒരു സുഡാപ്പി ആണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന കുറേ പേജുകളുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം ഫോട്ടോകളൊക്കെ വെച്ചിട്ട് വരുന്ന പേജുകളുണ്ട്. അത് പോയിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ ഹിന്ദുക്കളുടെ പോസ്റ്റുകളിൽ, അല്ലെങ്കിൽ ക്ഷേത്ര ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദു കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നിട്ട് അതിൽ ചീത്ത വിളിക്കും, ആക്ഷേപിക്കും. ഇതിൻ്റെ യഥാർത്ഥ പോസ്റ്റ് തേടിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഹിന്ദു തന്നെയായിരിക്കും ഈ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ തിരിച്ചുമുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ പോസ്റ്റുകളിൽ പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളിൽ പോയിട്ട് ഏതെങ്കിലും കൃഷ്ണൻ്റെയോ ശിവൻ്റെയോ ഒക്കെ പടം വെച്ചിട്ട് ഏതെങ്കിലും ഹിന്ദു പേര് വേണ്ടിയിട്ട് പോയിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ചീത്ത വിളിയായിരിക്കും. ഒരു വശം നോക്കുമ്പോൾ എന്താണ്, അത് ചിലപ്പോൾ ഏതെങ്കിലും ഇസ്ലാം തന്നെ ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ചീത്ത വിളിക്കാനും വർഗീയത ഉണ്ടാക്കാനും, അപ്പൊ അത് ട്രിഗർ ചെയ്യപ്പെടുകയാണ്. എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇവൻ ആര്, എൻ്റെ വിശ്വാസത്തെ തൊടാൻ ഇവൻ ആര് എന്ന് പറഞ്ഞ് ആ ട്രിഗർ നടന്ന് ഇത് കാണുമ്പോൾ കണ്ട് ഇതെല്ലാം മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ യുദ്ധം എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തുറന്നു നോക്കുന്നത് കമൻറ്റ് ബോക്സുകളായിരിക്കും. എന്താണ് ഇതിൽ കമൻറ്റ് പറയുന്നത്? കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ഒരു മരണം നടന്നു, ഒരു കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിന്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ പാൻ ഇന്ത്യൻ അവർക്ക് തന്നെ കമന്റ് ഇടേണ്ടി വന്നു. ഇവിടെ വന്ന് നീ കാട്ടാക്കട എവിടെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഒരു കമന്റ് ഇടേണ്ടി വന്നു. എന്താണ്? ഔചിത്യമില്ലാത്ത കുറേ മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എവിടെ പോയി എന്ത് സംസാരിക്കണമെന്നറിയാത്ത കുറേ ആളുകൾ ആ മരിച്ചതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുകയാണ്, നീ കാട്ടാക്കട എവിടെയുള്ളതാണെന്ന്. ആലോചിച്ചു, ഒരു മരണം നടന്ന് ആ കുടുംബം അത്രത്തോളം വിഷമത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ആ പോസ്റ്റിൽ വന്നിട്ട് അങ്ങനെ കമന്റ് ഇടുമ്പോൾ എന്ത് ഔചിത്യമുള്ള മനുഷ്യരാണ് ഇവരെല്ലാം. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു വളരുന്ന ഇത്തരത്തിലുള്ള ആളുകളെയാണ്, വർഗീയത വിളമ്പുന്ന ആളുകളെയാണ്, വർഗീയ വിഷങ്ങളെയാണ്. ഈ വിഷങ്ങൾ ആരുടെ പ്രൊപ്പഗണ്ടയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരാൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ കഴിയാത്തൊരു കാര്യത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൊപ്പഗണ്ടകൾക്ക് പിന്നിൽ വലിയ ഗൂഢശക്തികളുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് വേണ്ടിയിട്ട് PR വർക്കുമായിട്ട്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കോടാനുകോടികൾ ചെലവാക്കി നമ്മുടെ ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഇതിനെയെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പല കൂട്ടം ആളുകൾ, ഒരാളല്ല, ഒരു കൂട്ടം ആളുകളല്ല, പല കൂട്ടം ആളുകൾ, അവർ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ഉദ്ദേശമെല്ലാം, ഈ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇവരുടെ ഉദ്ദേശമെല്ലാം ഒന്ന് തന്നെയാണ്, ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുക, ഇവരെ എല്ലാം പല ചേരികളാക്കുക. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറയുന്ന പല ചേരിയിലേക്ക് ഇവരെ എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പണി എളുപ്പമായി. ഭൂരിപക്ഷ സ്ഥലത്തുള്ള ആളുകൾ ന്യൂനപക്ഷ സ്ഥലത്തുള്ള ആളുകളെ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധ സമാനമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഐത്തം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എന്താണെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിടുന്ന ഓരോ പോസ്റ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അടിയിൽ വന്നിരുന്ന കമൻറ്റുകൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും, അവർ തന്നെ വർഗീയപരമായിട്ട് അത്തരത്തിൽ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം
ഇവിടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന PR വർക്കുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രൊപ്പഗണ്ടകളാണ്. ഇവിടുത്തെ ഇതിലേറ്റവും വിഷമകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സൈബർ പോലീസിന് ഇവിടുത്തെ കേരള സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോ ഇതിലൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സംഗരായിട്ട് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മാറണം. ഇത്തരത്തിൽ വർഗീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന വർഗീയപരമായിട്ട് ധ്രുവീകരിക്കുന്ന പോസ്റ്റുകൾ ഇടുന്ന ഏത് ഫേക്ക് അടിയാണെങ്കിലും അവനെ തൂക്കി ജയിലിടാനുള്ള സംവിധാനം കൊണ്ടുവരണം. അത്തരത്തിൽ മോശമായിട്ട് ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ അവന് ഈ ശിക്ഷ കിട്ടുമെന്ന് കണ്ട് പേടിച്ച് ഓടാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവിടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും.